ഹൈഡ്രോകാർബൺസ് എന്ന യൂണിറ്റിൻ്റെ സമ്മറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോകും. കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുക. ദിയർ മെയിൻ കോമ്പണൻ്റ് എലമെൻറ്റ്സ് വിൽ ബി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഹൈഡ്രോകാർബൺസിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്സ് മാത്രമുള്ള കോമ്പൗണ്ട്സും, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇനി ഒരു തേർഡ് ടൈപ്പ് കോമ്പൗണ്ട്സും കൂടെ ഉണ്ട്. ദേ ആർ നോൺ ആസ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന് ബെൻസീൻ ഇസ് എൻ എക്സാമ്പിൾ, ഡെറിവേറ്റീവ്സ് ഓഫ് ബെൻസീൻ ആർ എക്സാമ്പിൾസ്. അപ്പോൾ അവിടെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. പക്ഷേ ബെൻസീനിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്സ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്സ് ഉണ്ട്. പക്ഷേ അത് അൺസാച്ചുറേഷൻ ആയിട്ട് കണക്കാക്കുന്നില്ല. ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ ആൻഡ് ദിയർ ഡെറിവേറ്റീവ്സ് ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അതുകൊണ്ട് നമ്മൾ മൂന്നിനെയും മൂന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്: സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ആദ്യം തന്നെ നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. എക്സാമ്പിൾ ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് ആർ ഓൾസോ നോൺ ആസ് പാരഫിൻസ്. മിക്കവാറും ആൽക്കെയിൻസ് സോളിഡ് ആയിട്ടുള്ള വാക്സി സബ്സ്റ്റൻസസ് ആയിരിക്കും. പാരഫിൻ വാക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിൽ നിന്നാണ് പാരഫിൻ എന്നുള്ള പേര് വന്നത്. ഇനി ഇവരുടെ ജനറൽ മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് CnH2n + 2, CH4, C2H6, C3H8, C4H10. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജനറൽ മോളിക്കുലർ ഫോർമുലാസ്. ഇവരുടെ പേരൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? മീത്തേൻ, ഈത്തേൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടേൻ. നോമൻക്ലേച്ചറും ഐസോമെർസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഐസോമെർസത്തെക്കുറിച്ചോ നോമൻക്ലേച്ചറിനെ കുറിച്ചോ ഡിസ്കസ് ചെയ്യുന്നില്ല. വി വിൽ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. ഹൈഡ്രോകാർബൺസിൻ്റെ നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഒക്കെയാണ്. പക്ഷേ ഇൻഡസ്ട്രിയലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നാണ്. 1 അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, 2 ആൽക്കൈൽ ഹാലൈഡ്സ്, 3 കാർബോക്സിലിക് ആസിഡ്സ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ട്. അപ്പോൾ നമുക്ക് ആദ്യം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നിന്നും എങ്ങനെയാണ് ആൽക്കീൻ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഹൈഡ്രോജനേഷൻ എന്ന് പറയും. ഹൈഡ്രോജനേഷൻ reaction. This is the method of preparing alkanes from unsaturated hydrocarbons. Unsaturated ആയിട്ടുള്ള ഒരു ഹൈഡ്രോകാർബൺ എടുക്കാൻ പോവാണ്. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ഉള്ള CH2 ഡബിൾ ബോണ്ട് CH2. ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഈ ഹൈഡ്രോജനേഷൻ നടക്കുന്നത് ചില കാറ്റലിസ്റ്റുകളുടെ പ്രസൻസിലാണ്. ഐദർ നിക്കൽ ഓർ പ്ലാറ്റിനം ഓർ പലേഡിയം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നത്. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ കാർബൺ ഡബിൾ ബോണ്ടാണിത്, ഇസ്ൻ്റ് ഇറ്റ്? ഇപ്പോൾ ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്, ഹൈഡ്രജൻ ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ ഈ ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്കും മറ്റേ ഹൈഡ്രജൻ ഈ കാർബണിലേക്കും പോകും. ഓക്കെ, അങ്ങനെ കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 കാർബണിലും ഓരോ ഹൈഡ്രജൻ ആറ്റംസ് വന്ന് ചേരും. സോ വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? CH3 സിംഗിൾ ബോണ്ട് CH3. സോ ദിസ് ഇസ് ഹൗ ദി ആൽക്കെയിൻ ഇസ് ഫോംഡ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. ഏതെങ്കിലും ഒരു മെറ്റൽ കാറ്റലിസ്റ്റ് നിക്കൽ എടുക്കാം നമുക്ക്. വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? CH3 C. ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ കാർബണിലേക്ക് ഒരു ഹൈഡ്രജൻ വന്നു. ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് C. ഇവിടെ ഓൾറെഡി 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം കൂടെ വരും. So this is CH3, CH2, CH3. You'll get
propane. So this is the method of preparing hydrocarbon, saturated hydrocarbon from unsaturated hydrocarbons. ഇനി നമ്മൾ alkyl halides എന്ന ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിൽ നിന്നുമാണ് ഹൈഡ്രോകാർബൺ, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, അതായത് ആൽക്കെയിൻ. ലെറ്റ് us see. ഇതിനകത്ത് ഫ്ലോറിൻ്റെ കോമ്പൗണ്ട്സിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, ബിക്കോസ് ഫ്ലോറിൻ ഇസ് ഹൈലി എക്സ്പ്ലോസീവ്. അതുകൊണ്ട് ഫ്ലോറിനേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അല്ല, മറ്റ് ഹാലജൻ കോമ്പൗണ്ട്സ്, നെയിംലി ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എക്സെട്ര. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് ഞാൻ, CH3Cl. CH3Cl ഇതിൻ്റെ റിഡക്ഷൻ ആണ് കേട്ടോ. റിഡക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇപ്പോൾ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ തന്നെയാണ് ഇൻ ദി പ്രസൻസ് ഓഫ് Zn ആൻഡ് H+. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ കാണിച്ചു തരാം. CH3 കാർബൺ Cl ബോണ്ട് ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടല്ലോ, this will break. One will move to the carbon and the other will move to the chlorine. So what will be the product? CH4 plus HCl. Okay, ini CH3 CH2 CH2Cl, chloropropane, hydrogen in the presence of zinc and H+, you will get the product CH3 CH2 CH3 plus HCl. ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്നും മറ്റൊരു റിയാക്ഷനും കൂടി ഉണ്ട്. റിയാക്ഷന് ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് വുഡ്സ് റിയാക്ഷൻ. WURTZ, വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷനിൽ രണ്ട് മോളിക്യൂൾസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഇസ് ടേക്കിംഗ് പാർട്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോവാണ് നമുക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ X എന്ന ജനറൽ ആയിട്ട് എഴുതാണ്. പ്ലസ് ഇറ്റ് ഇസ് റിയാക്ടിങ് വിത്ത് മെറ്റാലിക് സോഡിയം പ്ലസ് CH3. ഈത്തറുണ്ട്, ഈത്തറിൻ്റെ പ്രസൻസിൽ. what is happening is ഈ രണ്ട് ഹാലജൻ ആറ്റംസ് രണ്ട് സോഡിയത്തിൻ്റെ കൂടെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും. ഈ CH3യും ഈ CH3യും തമ്മിൽ ജോയിൻ ചെയ്യും. CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് 2NaX. ഈ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത, ഈവൻ നമ്പർ കാർബൺ ആറ്റംസ് ആയിരിക്കും പ്രോഡക്റ്റിൽ ഉണ്ടാവുക. ഓഡ് നമ്പർ കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അതിന് നമ്മൾ ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സിനെ ഉപയോഗിക്കേണ്ടി വരും. ഒരു മീത്തൈലും ഒരു ഈത്തൈലും അങ്ങനെയൊക്കെ. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആർ പോസിബിൾ. ഒന്നിലധികം പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നിൻ്റെയും ഈൽഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ്സ് ഉപയോഗിച്ചിട്ട്, അതായത് സെയിം ടൈപ്പ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ഉപയോഗിച്ചിട്ട് ഈവൻ നമ്പർ കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിനെ ഉണ്ടാക്കാനാണ് നമ്മൾ കൂടുതലും ഈ വുഡ്സ് റിയാക്ഷൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ്സിൽ നിന്നാണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടിൽ നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അസറ്റിക് ആസിഡ് ഇസ് എ കാർബോക്സിലിക് ആസിഡ്. അതിൻ്റെ സോൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ CH3COOH, Hന് പകരം അവിടെ ഒരു മെറ്റൽ ആറ്റം ആണെങ്കിൽ ഇറ്റ് ഇസ് എ സോൾട്ട് അല്ലേ, സോഡിയം അസറ്റേറ്റ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കാർബോക്സിലിക് ആസിഡിൽ നിന്നും ഡീകാർബോക്സിലേഷൻ എന്ന ഒരു റിയാക്ഷനാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സോ വിൽ ലേൺ ദാറ്റ്. ഡീകാർബോക്സിലേഷൻ. ഈ ഡീകാർബോക്സിലേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ആൽക്കെയിനാണോ ഉണ്ടാക്കാൻ പോകുന്നത്, സപ്പോസ് യു വോണ്ട് ടു പ്രിപ്പയർ മീതെയിൻ. മീതെയിനിൽ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കാർബോക്സിലിക് ആസിഡിൽ 2 കാർബൺ ആറ്റംസ് ഉണ്ടാവണം. ഒരു കാർബൺ ആറ്റം കൂടുതൽ ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് ഈ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ വഴി ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മീതെയിൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എഥനോയിക് ആസിഡാണ്, അല്ലെങ്കിൽ sodium salt or potassium salt of
ethanoic acid. CH3COONA, sodium acetate, 2 carbon atoms ഉണ്ട്. ഇതിനെ സോഡാമൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. NaOH and calcium oxide, a mixture of NaOH and calcium oxide is known as sodamide. ഇപ്പോൾ റിയാക്ഷൻ സോഡിയം ഹൈഡ്രോക്സൈഡും സോഡിയം അസറ്റേറ്റും തമ്മിലാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഈ കാർബണിലേക്ക് ഹൈഡ്രജൻ വരും. ഇറ്റ് ബിക്കം CH4. പിന്നെ ഉണ്ടാവുന്ന ആരാണ്? 2 Na ഉണ്ട്, 1 കാർബൺ, 3 ഓക്സിജൻ. ഇറ്റ് വിൽ ഫോം Na2CO3, സോഡിയം കാർബണേറ്റ്. മീത്തേനും സോഡിയം കാർബണേറ്റും. ഇനി സപ്പോസ് യു വോണ്ട് ടു പ്രിപ്പയർ ഈത്തേൻ. ഈത്തേൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊപ്പനോയേറ്റ്, സോഡിയം പ്രൊപ്പനോയേറ്റ് യൂസ് ചെയ്യണം. 3 കാർബൺ ആറ്റംസ് വേണം. സോ വി വിൽ ടേക്ക് CH3, CH2, COONA, 3 കാർബൺ ആറ്റംസ് ഉണ്ട്, പ്ലസ് NaOH in the presence of calcium oxide. So it will be like this: CH3, CH3, ethane getty, plus Na2CO3. അടുത്ത മെത്തേഡും കാർബോക്സിലിക് ആസിഡിൽ നിന്നുള്ള മെത്തേഡാണ്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ അക്വസ് സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യുന്നു. കോൾഡ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് എന്നാണ് ഈ മെത്തേഡിൻ്റെ പേര്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. So we can take an example: CH3COONA, aqueous solution ആണല്ലോ. So it is reacting with water. Electrolysis takes place. Electrolysis. 2 molecules ആണ് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. 2 molecules of water. ജനറൽ റിയാക്ഷൻ സാധ്യം എഴുതാം, എന്നിട്ട് ഇതിൻ്റെ ആനോഡും കാഥോഡും റിയാക്ഷൻസ് കാണിച്ചു തരാം. സോ ദി ഫൈനൽ പ്രോഡക്റ്റ് ഇസ് ഈത്തേൻ പ്ലസ് NaOH പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്, 2 molecules of carbon dioxide. ഇനി ആനോഡും കാഥോഡും റിയാക്ഷൻസ് നോക്കാം. അക്വസ് സൊല്യൂഷൻ ആയതുകൊണ്ട് this will be dissociated. Sodium acetate will be dissociated into acetate ions and sodium ions. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ സ്പീഷീസ് അസറ്റേറ്റ് ആയിരിക്കും ഓക്സിഡൈസ്ഡ് ആവുക. സോ അറ്റ് ആനോഡ് യു ഹാവ് the acetate ions losing electrons to form, ഇതാണ് അസറ്റേറ്റ്. അസറ്റേറ്റിൽ ഓക്സിജനിൽ ഒരു ഓഡ് ഇലക്ട്രോൺ, ഇങ്ങനെ ഒരു സ്പീഷീസ് ആണ് ഫോം ചെയ്യുക. അപ്പം ഇതിൽ നിന്ന് ഈ CO2 അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ഫോം 2 carbon dioxide molecules and 2 methyl free radicals. ഈ 2 methyl free radicals, they are highly reactive. ഫ്രീ റാഡിക്കൽസ് ഹൈലി റിയാക്റ്റീവ് ആണ്. അവരെ കമ്പൈൻ ചെയ്ത് ഈത്തേൻ എന്ന മോളിക്യൂള് ഫോം ചെയ്യും. സോ ദിസ് ഇസ് ഹൗ ഈത്തേൻ ഇസ് ഫോംഡ് അറ്റ് ദി ആനോഡ്. ഇനി കാഥോഡിൽ സംഭവിക്കുന്നത് വാട്ടർ മോളിക്യൂളാണ് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത്. റിഡക്ഷൻ അല്ലേ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ആൻഡ് ഇറ്റ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു OH minus plus H dot. 2 H dot കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. സോ അറ്റ് ദി കാഥോഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഫോംഡ്. പിന്നെ ഓൾറെഡി നമ്മൾ Na+ സൊല്യൂഷനിൽ ഉള്ളതായിട്ട് കണ്ടു. ആ Na+ ഈ OH മൈനസും കൂടെ കമ്പൈൻ ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓൾസോ വിൽ ബി ഫോമിങ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തു, സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു, ആൻഡ്
the most important product, that is the alkane, ethane is also formed. അപ്പോൾ ഇതാണ് Kolb electrolytic method for the preparation of alkane. Physical properties. Alkanes are non-polar in nature. Non-polar ആയത് ഇവർ കോവാലന്റ് മോളിക്യൂൾസ് ആയതുകൊണ്ടാണ്. കാർബണും ഹൈഡ്രജനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നും കാര്യമായിട്ടില്ല. Hence they have very weak intermolecular forces of attraction or van der Waals forces of attraction. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 4 മെമ്പേഴ്സ് C1 to C4 എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്, വീക്ക് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് അല്ലേ. പിന്നെ C5 മുതൽ C17 വരെ ലിക്വിഡ്സ് ആണ്. C18 മുതലുള്ളത് സോളിഡ്സ് ആണ് അറ്റ് 298 കെൽവിൻ. അപ്പോൾ അവർ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഫസ്റ്റ് 4 മെമ്പേഴ്സ് ഗ്യാസസ് ആണ്. പിന്നെ പറയാനുള്ളത് ഇവരുടെ സോലിബിലിറ്റിയെ കുറിച്ചാണ്. ഇവർ സോലിബിൾ അല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബിക്കോസ് ദേ ആർ നോൺ പോളാർ ഇൻ നേച്ചർ. എമംഗ് ബ്രാഞ്ച്ഡ് ഐസോമേഴ്സ്. ബ്രാഞ്ച്ഡ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ മോളിക്കുലർ ഫോർമുലയിൽ പക്ഷേ ഡിഫറെൻറ്റ് ചെയിൻസ് ഉള്ള അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉള്ള ഐസോമേഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ഐസോമറിനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് കൂടുന്തോറും അതിനൊരു സ്ഫെറിക്കൽ ഷേപ്പ് വരുമല്ലോ. അപ്പോൾ സ്ഫെറിക്കൽ ഷേപ്പ് വരുമ്പോൾ സർഫസ് ഓഫ് കോണ്ടാക്ട് വിൽ ബി ലെസ്. അപ്പോൾ ഇവർ കൂടുതൽ കോണ്ടാക്ട് ഉണ്ടപ്പോഴാണല്ലോ കൂടുതൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ സ്ഫെറിക്കൽ ഷേപ്പ് ആകുമ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്ട് വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് ദർ വിൽ ബി ലെസ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഐസോമറിനാണ്. സ്ട്രേറ്റ് ചെയിൻ ആയിട്ടുള്ള ഐസോമറിനായിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ആൽക്കെയിൻസ് ആണല്ലോ. ആൽക്കെയിൻസിൽ കാർബൺ കാർബൺ ബോൺസ് ആണ്, സിംഗിൾ ബോൺസ് ആണ്. അതുപോലെ കാർബൺ ഹൈഡ്രജൻ ബോൺസും ഉണ്ട്, CH ബോൺസ് ആസ് വെൽ ആസ് CC ബോൺസ്. ഇതിൽ ഈ സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാർബൺ തന്നെയാണ്. കാർബൺ 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 ബോൺസ് ആണ്. അപ്പോൾ ഈ സെൻട്രൽ ആയിട്ടുള്ള കാർബൺ സ്കെലറ്റനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റംസ് ആണ് ഹൈഡ്രജൻ ആറ്റംസ്. ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്ത് മറ്റ് ആറ്റംസ് വരുമ്പോഴാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഹൈഡ്രജൻ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ സം അതർ ആറ്റംസ്. ഹാലജനേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലോറിനേഷൻ ഇസ് ദി എക്സാമ്പിൾ ടേക്കൻ. മീത്തേൻ undergoes chlorine substitution. It takes place in the presence of light. HNu എന്ന് കണ്ടോ നിങ്ങൾ? ഹൈ ടെമ്പറേച്ചറും വേണം, കാരണം ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആണ്. ഇതിൻ്റെ മെക്കാനിസം ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആണ്. 4 സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്. ഈച്ച് ഹൈഡ്രജൻ ആറ്റം ഇസ് റീപ്ലേസ്ഡ്. 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് മീത്തേനിൽ. 4 ഹൈഡ്രജൻ ആറ്റംസിനെയും ഓരോ സ്റ്റെപ്പിൽ ക്ലോറിൻ ആറ്റംസ് റീപ്ലേസ് ചെയ്ത് അവസാനം കിട്ടുന്ന പ്രോഡക്റ്റ് ഇസ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ഇറ്റ് ഇൻവോൾവ്സ് ഇനീസിയേഷൻ, ചെയിൻ പ്രൊപ്പഗേഷൻ ആൻഡ് ചെയിൻ ടെർമിനേഷൻ. ഇനീസിയേഷനിൽ ക്ലോറിൻ മോളിക്യൂൾ അണ്ടർഗോസ് ഹോമോലിറ്റിക് ഫിഷൻ. ഹോമോലിറ്റിക് ഫിഷൻ നടന്നു കഴിയുമ്പോഴേക്കും 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് 2Cl ഡോട്ട് എന്ന് നിങ്ങൾക്ക് കാണാം അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയിൻ പ്രൊപ്പഗേഷൻ ആണ്. ചെയിൻ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ആദ്യത്തെ സ്റ്റെപ്പിൽ Cl ഡോട്ട് ഇസ് അറ്റാക്കിംഗ് CH4. അപ്പോൾ HCl മോളിക്യൂളും ഒരു CH3 ഡോട്ട് ഫ്രീ റാഡിക്കലും ഫോം ചെയ്തു. CH3 ഡോട്ട് ഫ്രീ റാഡിക്കൽ പിന്നെ Cl2നെ വീണ്ടും അറ്റാക്ക് ചെയ്തിട്ട് again a chlorine free radical is formed. Cl dot is formed and CH3Cl is formed. ഇനി Cl ഡോട്ട് വീണ്ടും ഈ CH3Clനെ അറ്റാക്ക് ചെയ്യും. ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദാറ്റ്. പിന്നെ ഇത് ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫ്രീ റാഡിക്കൽ സ്പീഷീസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് അത് അവസാനിക്കുന്നു. അങ്ങനെ യു ഗെറ്റ് എ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ലൈക്ക് Cl2, ethane, methyl chloride, carbon tetrachloride. A lot of products are formed in this particular reaction. അടുത്തത് ഓക്സിഡേഷൻ ആണ്. ദാറ്റ് ഇസ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. അതിൽ കമ്പസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബേണിംഗ് ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ. ആൽക്കെയിൻസ് undergoes complete combustion to form carbon dioxide and water. First reaction, look at the first reaction, CH4 plus 2O2 giving CO2 plus 2H2O. ഇനി ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണെന്ന് വിചാരിക്കുക. അതായത് സഫീഷ്യൻറ്റ് എയർ സപ്ലൈ ഇല്ലാത്തപ്പോൾ കാർബൺ ഡയോക്സൈഡ് കിട്ടില്ല നമുക്ക്. ഇൻസ്റ്റെഡ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ബ്ലാക്ക്,
കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡും ചില കേസിൽ ഫോം ചെയ്യും. കാർബൺ ബ്ലാക്ക് ഹാസ് സെവറൽ യൂസസ്. പ്രിൻ്റർ ഇങ്കിൽ, അതുപോലെ ഫില്ലേഴ്സായിട്ട്, ടയർ ഇൻഡസ്ട്രിയിൽ ഫില്ലേഴ്സായിട്ട്, അതുപോലെ ബ്ലാക്ക് പിഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കൺട്രോൾഡ് ഓക്സിഡേഷൻ ഉണ്ട്, അതായത് ഗിവൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റിൻ്റെയൊക്കെ പ്രസൻസിൽ നടക്കുന്ന ഓക്സിഡേഷൻ, ദെൻ യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഒരേ സബ്സ്റ്റൻസസിന് തന്നെ പല പ്രോഡക്ട്സ്. ഫോർ എക്സാമ്പിൾ CH4 റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ഇൻ ദി പ്രസൻസ് ഓഫ് കോപ്പർ 523 Kelvin and 100 atmosphere. The product you get is methyl alcohol. ഇനി മീതെയിൻ തന്നെ ഓക്സിജനുമായിട്ട് മോളിബ്ഡീനിയം ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. ഈതെയിൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഇൻ ദി പ്രസൻസ് ഓഫ് മാംഗനീസ് അസറ്റേറ്റ് ടു ഫോം അസറ്റിക് ആസിഡ്. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ സാധാരണ ഇപ്പോൾ KMNO4ൻ്റെ പ്രസൻസിൽ നോർമലി ആൽക്കെയിൻസ് ഓക്സിഡൈസ്ഡ് ആവില്ല. പക്ഷേ ടേർഷ്യറി ഹൈഡ്രജൻ ഉള്ള ഐസോ ആൽക്കെയിൻസ് എന്ന് പറയുന്ന ആൽക്കെയിൻസ് they will be oxidized to alcohol, tertiary alcohol. For example, CH3 thrice CH. അതിൽ CH എന്ന് പറയുന്നത് tertiary hydrogen ആണ്. The H attached to a tertiary carbon is known as a tertiary hydrogen. അപ്പം ആ tertiary ആയിട്ടുള്ള ഹൈഡ്രജൻ ഉള്ള കാർബൺ ആണ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ്ഡ് ആവുക. അതായത് ഓക്സിജൻ ഇസ് ആഡഡ് അല്ലേ, കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഇടയിലേക്ക് ഒരു ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടു, COH, ആൽക്കഹോൾ ഇസ് ഫോംഡ്. തേർഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നോൺ ആസ് ഐസോമറൈസേഷൻ. ഐസോമറൈസേഷനിൽ ഐസോമേഴ്സ് ഫോം ചെയ്യുകയാണ്. നമ്മൾ ഏത് ആൽക്കേനെയാണോ എടുക്കുന്നത് അതിൻ്റെ ഐസോമർ ഫോം ചെയ്യുകയാണ്. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, ഇറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് HCl. അപ്പോൾ ബ്യൂട്ടെയിൻ, നോർമൽ ബ്യൂട്ടെയിനെ നമ്മൾ ഐസോമറൈസേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2-methyl propane ഉണ്ടോ. ആ കാർബൺ ആറ്റംസിൻ്റെ എണ്ണമൊക്കെ അത് തന്നെ, ചെയിൻ ഐസോമറാണ് നമുക്ക് കിട്ടിയത്. ഇനി മറ്റൊരു കോമ്പൗണ്ട് നോർമൽ ഹെക്സെയിൻ, CH3 CH2 4 times CH3 സെക്കൻഡ് വൺ. അതും ഇതുപോലെ ഐസോമറൈസ് ചെയ്യപ്പെടുമ്പോൾ 2-methyl pentane, 3-methyl pentane, അങ്ങനെ മിക്സ്ചർ ഓഫ് ഐസോമേഴ്സ് വിൽ ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഇതാണ് ഐസോമറൈസേഷൻ എന്ന റിയാക്ഷൻ. അരോമറ്റൈസേഷൻ. അരോമറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ നോർമൽ ഹെക്സെയിൻ, 6 കാർബൺ ആറ്റംസ് ഉള്ള ഹെക്സെയിൻ ആണ് ക്രോമിയം ഓക്സൈഡ് അല്ലെങ്കിൽ വനേഡിയം പെൻറ്റോക്സൈഡ് അല്ലെങ്കിൽ മോളിബ്ഡീനിയം ഓക്സൈഡ്. ഇതിലേതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ഇതിൻ്റെ പ്രസൻസ് എന്തായാലും നിർബന്ധമായിട്ട് വേണം. അതുപോലെ 773 Kelvin ടെമ്പറേച്ചർ, 10 to 20 atmospheres പ്രഷർ. ഈ കണ്ടീഷൻസ് ഉള്ളപ്പോൾ ഒരു ആൽക്കെയിൻ അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. നോർമൽ ഹെക്സെയിൻ ബെൻസീൻ ആയിട്ട് മാറും. ഇനി ഹെപ്റ്റെയിൻ ആണ് കോമ്പൗണ്ട് എങ്കിൽ അത് മീഥൈൽ ബെൻസീൻ ആയിട്ട് മാറും. അങ്ങനെ റിയാക്ഷൻ വിത്ത് സ്റ്റീം. മീതെയിൻ സ്റ്റീമുമായിട്ട് നിക്കലിൻ്റെ പ്രസൻസിൽ വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യും ടു ഗിവ് ആൻ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ്. വാട്ടർ ഗ്യാസ് എന്നാണ് അതിനെ പറയുന്നത്. എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് ഈ മിക്സ്ചർ. ഇറ്റ്സ് നോൺ ആസ് സിൻ ഗ്യാസ് ഓൾസോ. ഓക്കെ, ലാസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഇസ് പൈറോലിസിസ് ഓർ ക്രാക്കിംഗ്. ദറ്റ് മീൻസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ alkanes are broken down into simpler hydrocarbons. ഹെക്സെയിനിൻ്റെ പൈറോലിസിസ് ആണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഹെക്സീൻ ആൻഡ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ ബ്യൂട്ടീൻ ആൻഡ് ഈതെയിൻ, അല്ലെങ്കിൽ പ്രൊപ്പീൻ, എത്തീൻ, മീതെയിൻ, അങ്ങനെ പല കോമ്പിനേഷൻസിലാവാം ഹൈഡ്രോകാർബൺസ് ഫോം ചെയ്യും. ആൽക്കെയിൻസിന് സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല. കോൺഫർമേഷണൽ ഐസോമറിസം എന്ന് പറയും. സ്റ്റീരിയോ ഐസോമറിസത്തിൽ കോൺഫർമേഷണൽ ഐസോമറിസം എന്ന് പറയും. CC സിംഗിൾ ബോൺഡ്സിലൂടെയുള്ള റൊട്ടേഷൻ, അതായത് 2 കാർബൺ ആറ്റംസ് തമ്മിൽ നമുക്ക് ഈതെയിൻ മോളിക്യൂൾ എടുക്കാം, 2 കാർബൺ ആറ്റംസ് എങ്കിലും ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ സ്റ്റീരിയോ ഐസോമറിസം ആൽക്കെയിൻസിൽ കാണാൻ സാധിക്കും. അപ്പോൾ 2 കാർബൺ ആറ്റംസ് ഉണ്ട്. നമ്മുടെ ഈതെയിൻ മോളിക്യൂൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ ദേ ഹാവ് എ CC സിംഗിൾ ബോണ്ട്. ഒരു കാർബൺ ആറ്റം ഫിക്സഡ് ആക്കി നിർത്തിക്കൊണ്ട് മറ്റേ കാർബൺ ആറ്റം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോൺഫർമേഷണൽ ഐസോമേഴ്സിന് കിട്ടുന്നത്. കോൺഫർമേഷണൽ ഐസോമേഴ്സ് വളരെ കോമൺ ആണ്. കാരണം നോർമൽ കണ്ടീഷൻസിൽ 12.5 kilojoules ഓഫ് എനർജി പെർ മോൾ മാത്രം ആവശ്യമേ ഉള്ളൂ അവർക്ക് ഈ ഇങ്ങനെയുള്ള
റൊട്ടേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു റൊട്ടേഷൻ കാരണം ഒരു കാർബൺ ആറ്റത്തിലെ CH ബോൺസും അടുത്ത കാർബൺ ആറ്റത്തിലെ CH ബോൺസും തമ്മിൽ ചെറിയൊരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിനെയാണ് നമ്മൾ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഈ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെ ആണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് എ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദി സിസ്റ്റം. അപ്പോൾ അതിനെയാണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. 3 ടൈപ്പ് കോൺഫർമേഷൻസ് ഉണ്ട്. 2 എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഒന്ന് എക്ലിപ്സ്ഡും ഒന്ന് സ്റ്റാഗേർഡും. ഇതിൻ്റെ ഇടയിലുള്ള ഏതിനെയും നമ്മൾ സ്ക്യൂ കൺഫോർമേഷൻസ് എന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും നോക്കാം. എക്ലിപ്സ്ഡിൽ ഇതിപ്പോൾ സോഹേഴ്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. 2 രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈത്തേൻ എന്ന മോളിക്യൂളിൻ്റെ കോൺഫർമേഷൻസ് ആണ് മിസ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. സോഹോസ് റെപ്രസെൻറ്റേഷൻ, അതിൽ ബോണ്ട് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും കോൺഫർമേഷൻസ് വരച്ചിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? CH ബോൺസ് എല്ലാം ബോണ്ട് ലൈൻസ് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ കാർബണും ഹൈഡ്രജനും എടുത്തെഴുതിയിട്ടുമുണ്ട്. അപ്പം ഒരു കാർബണിലെ CH ബോൺസ് തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലെ CH ബോൺസുമായിട്ട് എക്ലിപ്സ്ഡ് ആണ്. സെയിം ഡയറക്ഷനിലാണ്, സെയിം മാനർ ഇറ്റ് ഈസ് അറേഞ്ച്ഡ്. അതാണ് എക്ലിപ്സ്ഡ് കോൺഫർമേഷൻ. ഇനി സ്റ്റാഗേർഡ് നോക്കൂ, നേരെ തിരിച്ച് മാക്സിമം റൊട്ടേറ്റ് ചെയ്ത് ഓപ്പോസിറ്റായി അല്ലേ. സോ ദാറ്റ് ഇസ് നോൺ ആസ് ദി സ്റ്റാഗേർഡ് കോൺഫർമേഷൻ. ഇനി ഇതിൻ്റെ ഇടയിൽ ഏതൊരു കോൺഫർമേഷൻ ഏത് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്താലും ഇതിപ്പോൾ മാക്സിമം റൊട്ടേഷനാണ് സ്റ്റാഗേർഡ് അല്ലേ. മാക്സിമം ഒരാൾ മുകളിലേക്കാണെങ്കിൽ ഒരു ഹൈഡ്രജൻ താഴേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, നേരെ ഓപ്പോസിറ്റായിട്ട്. ഒന്ന് ഇൻവേർട്ടഡും ഒന്ന് അപ്രൈറ്റും ആയിട്ടല്ലേ സ്റ്റാഗേർഡ് കോൺഫർമേഷനിലുള്ളത്. ഇതിൻ്റെ ഇടയിലുള്ള ഏത് കോൺഫർമേഷനെയും നമ്മൾ സ്ക്യൂ കോൺഫർമേഷൻ എന്ന് പറയും. ഇനി ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു രീതിയും കൂടിയുണ്ട് റെപ്രസെൻറ്റേഷൻ. ലുക്ക് അറ്റ് ദിസ്. ഇതിൽ ഫ്രണ്ടിലെ കാർബൺ ആറ്റം ഒരു ഡോട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ബാക്കിലെ കാർബൺ ആറ്റം ഒരു സർക്കിളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. CH ബോൺസ് ലൈൻസ് ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ സീ ദി എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കോൺഫർമേഷൻസ്. അപ്പോൾ ഇതാണ് ആൽക്കെയിൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്.